ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും നീളം കൂടിയ നദി? എ. സിന്ധു, ബി. ഗംഗ, സി. ബ്രഹ്മപുത്ര. ആൻസർ എ. സിന്ധു. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി? എ. സിന്ധു, ബി. ഗംഗ, സി. ബ്രഹ്മപുത്ര. ആൻസർ ബി. ഗംഗ. സിന്ധു നദിയുടെ ഉത്ഭവസ്ഥാനം? എ. മാനസരോവർ തടാകം, ബി. ബൂളാർ തടാകം, സി. ഗോമുഖ് കേവ്. ആൻസർ എ. മാനസരോവർ തടാകം. ലഡാക്കിലെ ലേ പട്ടണത്തിലൂടെ ഒഴുകുന്ന നദി? എ. നൂബ്ര, ബി. സിന്ധു, സി. ഷ്യോക്ക്. ആൻസർ ബി. സിന്ധു. സിന്ധു നദിയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ്? എ. ബിയാസ്, ബി. സത്ലജ്, സി. ചിനാബ്. ആൻസർ സി. ചിനാബ്. സിന്ധു നദിയുടെ ഏറ്റവും നീളം കൂടിയ പോഷക നദിയാണ്? എ. ബിയാസ്, ബി. സത്ലജ്, സി. ചിനാബ്. ആൻസർ ബി. സത്ലജ്. സിന്ധു നദിയുടെ ഏറ്റവും നീളം കുറഞ്ഞ പോഷക നദിയാണ്? എ. ബിയാസ്, ബി. രവി, സി. ചിനാബ്. ആൻസർ എ. ബിയാസ്. ശ്രീനഗർ പട്ടണം ഏത് നദിയുടെ തീരത്താണ്? എ. ബിയാസ്, ബി. രവി, സി. ഝലം. ആൻസർ സി. ഝലം. ഗ്രീക്ക് ചരിത്രകാരന്മാർ ഹൈഡ്രാസ് പസ് എന്ന് പ്രതിപാദിക്കുന്നത് ഏത് നദിയെയാണ്? എ. ബിയാസ്, ബി. രവി, സി. ഝലം. ആൻസർ സി. ഝലം. ഏത് നദിയുടെ ഉത്ഭവ സമയത്തെ പേരാണ് ചന്ദ്രഭാഗ? എ. ബിയാസ്, ബി. ചിനാബ്, സി. സത്ലജ്. ആൻസർ ബി. ചിനാബ്. ബെഹ്ലിഹർ ജലവൈദ്യുത പദ്ധതി ജമ്മു കാശ്മീരിലാണ്. ഇത് ഏത് നദിയിലാണ്? എ. താവി, ബി. ചിനാബ്, സി. സത്ലജ്. ആൻസർ ബി. ചിനാബ്. ജമ്മു പട്ടണം ഏത് നദിയുടെ തീരത്താണ്? എ. താവി, ബി. രവി, സി. സത്ലജ്. ആൻസർ എ. താവി. പാകിസ്ഥാനിലെ ലാഹോർ പട്ടണം ഏത് നദിയുടെ തീരത്താണ്? എ. താവി, ബി. രവി, സി. സത്ലജ്. ആൻസർ ബി. രവി. പോങ് അണക്കെട്ട് ഹിമാചൽ പ്രദേശിലാണ്. ഇത് ഏത് നദിയിലാണ്? എ. ബിയാസ്, ബി. ചിനാബ്, സി. സത്ലജ്. ആൻസർ എ. ബിയാസ്. ഫക്രാനങ്കൽ അണക്കെട്ട് ഏത് നദിയിലാണ്? എ. ബിയാസ്, ബി. ചിനാബ്, സി. സത്ലജ്. ആൻസർ സി. സത്ലജ്. പ്രാചീന കാലത്ത് സംഭേദ, സംഗമ എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന നദി? എ. ഗംഗ, ബി. സിന്ധു, സി. സരസ്വതി. ആൻസർ ബി. സിന്ധു. പ്രാചീന കാലത്ത് വിദാസ്ത എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നദി? എ. ഝലം, ബി. സത്ലജ്, സി. ചിനാബ്. ആൻസർ എ. ഝലം. പ്രാചീന കാലത്ത് അസ്കിനി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നദി? എ. രവി, ബി. സത്ലജ്, സി. ചിനാബ്. ആൻസർ സി. ചിനാബ്. സിന്ധുവിൻ്റെ പോഷക നദികൾ പഞ്ചനദ് ആയി സിന്ധുവിനോട് കൂടി ചേരുന്നത് പാകിസ്ഥാനിൽ എവിടെ വെച്ചാണ്? എ. ചില്ലാർ, ബി. കറാച്ചി, സി. മീത്താൻകോട്ട്. ആൻസർ സി. മീത്താൻകോട്ട്. ഋഗ്വേദത്തിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെടുന്ന നദി? എ. ഗംഗ, ബി. സിന്ധു, സി. സരസ്വതി. ആൻസർ ബി. സിന്ധു. മത്സര പരീക്ഷകളെ വളരെ സീരിയസ് ആയി കാണുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ കൂടുതൽ മോക്ക് ടെസ്റ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.